ഹായ് ഫ്രണ്ട്സ്, റെസിപ്പി മലബാറിക്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്നാക്ക് റെസിപ്പി ആയാലോ. ഇത് നമുക്ക് 10 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. മാത്രമല്ല ഇത് ഹെൽത്തി കൂടിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയായി ഈ ഒരു സ്നാക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് റവയാണ്. പിന്നെ കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു പകുതി സവാള ചെറുതായി മുറിച്ചതും, ഒരു ചെറിയ തക്കാളിയും, ഒരു ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തതും, ഒരു പച്ചമുളകും ചെറുതായി മുറിച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് റവ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി, പിന്നെ ചേർക്കാനുള്ളത് സവാള, പിന്നെ ക്യാരറ്റെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസും റവയെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ആഡ് ചെയ്യണം. അപ്പം നല്ല ചൂടുള്ള വെള്ളം തന്നെ ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ചായിട്ട് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്റർ നമ്മൾ ഫ്ലോയിങ് കൺസിസ്റ്റൻസി തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണം. സാധാരണ നമ്മൾ മാവ് ഒഴിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് മാറ്റിയെടുക്കണം. അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് ഇനിയും കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പം 2 ടേബിൾ സ്പൂണോളം ഒഴിക്കുന്നുള്ളൂ. അപ്പം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് തയ്യാറാക്കാൻ. അപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഉണ്ടല്ലോ, അത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം ഓയിൽ വേണം. എന്നുവെച്ചാൽ ഒരു 1/4 ടീസ്പൂണോളം ഒരു കുഴിയിലേക്ക് 1/4 ടീസ്പൂണ് ഒഴിച്ചു കൊടുക്കണം ഓയിൽ. അപ്പോൾ അധികം വേണ്ട. അപ്പം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു വലിയ സ്പൂൺ, ഈ കാണുന്ന സ്പൂണിൻ്റെ ആ ഒരു അളവിൽ നമുക്ക് ഈ ഒരു ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കണം ചട്ടിയിലേക്ക്. അപ്പം എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഈ ഒരു സ്നാക്ക് ഇനി തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്നാക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഓരോന്നായിട്ട് തന്നെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മറിച്ചിട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ പെർഫെക്റ്റായിട്ട് ഈ മറ്റേ ഭാഗവും ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു സ്നാക്കെല്ലാം ഞാനിപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ സ്നാക്ക് കുക്കായിട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട സോസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 തക്കാളി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനൊരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പം നമ്മളെ സ്നാക്ക് രണ്ടാമത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഒന്ന് മാറ്റാം ഇത്. അപ്പോൾ നമ്മൾ സോസിൻ്റെ അകത്ത് വേണം ഈ ഫ്രൈ ചെയ്തെടുത്ത സ്നാക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ചേർത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിയതിന് ശേഷം ഈ സോസ്, നേരത്തെ അടിച്ചു വെച്ച സോസ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇതൊന്ന് ഓയിലിൽ കടന്നിട്ട് ആ ഒരു റോ ടേസ്റ്റ് മാറണം, വെളുത്തുള്ളീൻ്റെ എല്ലാം ഇഞ്ചീൻ്റെ എല്ലാം. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാല വേറെ ഒന്നുമില്ല, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി. നിങ്ങളെ എരിവിനനുസരിച്ച് ഇതിന് മാറ്റം വരുത്താം. പിന്നെ വേണ്ടുന്നത് കായമാണ്. കായത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂണ്, അതിലും കുറച്ച് മാത്രം മതി, ജസ്റ്റ് ഒരു ഫ്ലേവറിന്. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഈ ഒരു സോസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം.
ഇത് നേരത്തെ കറിവേപ്പില ഓയിൽ കടുക് പൊട്ടിയതിന് ശേഷം ചേർത്ത് കൊടുക്കണമായിരുന്നു, പക്ഷേ നേരത്തെ വിട്ടുപോയി. അപ്പോൾ കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം ആ ഒരു ഫ്ലേവർ നല്ലതായിരിക്കും ഈ ഒരു നമ്മളെ സ്നാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ കൂടുതൽ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇങ്ങനെ കെച്ചപ്പെല്ലാം ചേർത്താൽ. അപ്പോൾ നല്ല തക്കാളീൻ്റെ നല്ല ആ ഒരു ഫ്ലേവറും ഈ ഒരു സോസിന് കെച്ചപ്പ് ചേർത്തുകൊണ്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഓരോ സ്നാക്കും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു സ്നാക്ക് റെസിപ്പി എല്ലാവരും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും, അത് കാര്യം തീർച്ചയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായും അറിയിക്കണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം. അപ്പം അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.